ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കുട്ടി കുട്ടി ഡിസൈൻസാണ് കേട്ടോ കാണിക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീഡിയോയിലോട്ട് കടന്നാലോ. ആദ്യം ഒരു സ്പൈറൽ വരച്ചു കൊടുക്കുക. അതിന് ശേഷം കുഞ്ഞു കുഞ്ഞു പെറ്റൽസ് ഇതുപോലെ ഒന്ന് ഇത്തിരി ചരിച്ചിട്ട് വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് ഒരു ലെയർ കൂടെ പെറ്റൽസ് ഇതുപോലെ ഒന്ന് ഇത്തിരി വലുപ്പത്തിൽ വരച്ചെടുക്കുക. അതുപോലെ തന്നെ ബാക്കി 2 ഫ്ലവേഴ്സും കൂടെ വരച്ചെടുക്കുക. അങ്ങനെ മൊത്തം 3 ഫ്ലവേഴ്സാണ് കേട്ടോ ഈ ഡിസൈനിൽ വരുന്നത്. ഇനി ഈ 2 ഫ്ലവേഴ്സിൻ്റെ ഗ്യാപ്പിലായിട്ട് 2 ലീവ്സ് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം ഈ ലീവ്സിനൊന്ന് ഔട്ട്ലൈൻ കട്ടി വരച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഫ്ലവേഴ്സിനും ഇതുപോലെ തന്നെ ഔട്ട്ലൈന് ഒന്ന് കട്ടി വരച്ചു കൊടുക്കാം. അതിനുശേഷം ഈ 2 ലീവ്സിൻ്റെ ഉള്ളിലായിട്ട് ഓരോ ലൈൻസ് വീതമൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഒരു ഡിസൈന് ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്തതായിട്ട് നീളത്തിൽ ഒരു പ്ലസ് വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിന് ഒരു മഴത്തുള്ളിൻ്റെ ഷേപ്പിലായിട്ട് വരച്ചെടുക്കുക. അതിനുശേഷം 2 സൈഡിലും ഏകദേശം ഒരേ വലുപ്പത്തിൽ വരുന്ന പെറ്റൽസ് ഇതുപോലെ താഴോട്ട് ചെറുതാക്കി വരച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഫ്ലവറിന് അടിയിലായിട്ട് ഇതുപോലെ ലീവ്സ് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഫ്ലവറിൻ്റെ എല്ലാ പെറ്റൽസിൻ്റെയും ഔട്ട്ലൈൻ ഒന്ന് കട്ടി വരച്ചു കൊടുക്കുക. എന്നിട്ട് ഓരോ പെറ്റൽസിൻ്റെ ഉള്ളിലും ലൈറ്റായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്തെടുക്കണം. ഇനി താഴെ കൊടുത്തിട്ടുള്ള ലീവ്സിനും ഇതുപോലെ ഔട്ട്ലൈൻ ഒന്ന് കട്ടി വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിനുള്ളിലും ഇതുപോലെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിസൈനും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടോ. ഇനി അടുത്തൊരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു സ്പൈറൽ വരച്ചെടുക്കുക. എന്നിട്ട് ആ സ്പൈറലിന് മുകളിലായിട്ട് 4 പെറ്റൽസ് ഇത്തിരി വലുപ്പത്തിൽ തന്നെ വരച്ചു കൊടുക്കുക. അതിനുശേഷം ഈ ഫ്ലവറിനോട് ചേർന്ന് അടുത്തൊരു സ്പൈറൽ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലും ഇതുപോലെ പെറ്റൽസ് വരച്ചെടുക്കുക. ഇനി അടുത്ത ഫ്ലവറും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ഫ്ലവേഴ്സിന് ഇടയിൽ വരുന്ന ഗ്യാപ്പിലായിട്ട് ലീവ്സ് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഈ ഫ്ലവേഴ്സിനോട് ചേർന്ന് അടുപ്പിച്ചിട്ട് വീണ്ടും ഫ്ലവേഴ്സിനെ വരച്ചെടുക്കുക. ഇങ്ങനെ ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കുമ്പോൾ ചെറുത് വലുതൊക്കെ വരുന്ന ഫ്ലവേഴ്സ് ഇടയിലായിട്ട് വരച്ചു കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഫ്ലവേഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തെടുത്ത ശേഷം ഫ്ലവേഴ്സിൻ്റെ ഇടയിൽ വരുന്ന ഗ്യാപ്പിലൊക്കെ നേരത്തെ കൊടുത്ത പോലെ തന്നെ ലീവ്സ് വരച്ചു കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ലീവ്സ് വരച്ചു കൊടുക്കുമ്പോൾ ലീവ്സിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കണമെങ്കിൽ കൂട്ടി കൊടുക്കുക കേട്ടോ. ഞാനിവിടെ വലിയ ലീവ്സ് മാത്രം എണ്ണം ഒന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട്. അതുകൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിസൈനും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടോ. ആകെ 2 എലമെൻറ്റ് മാത്രമേ ഈ ഒരു ഡിസൈൻ വരക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസൈന് ആർക്കും എളുപ്പത്തിൽ വരച്ചെടുക്കാനും പറ്റും കേട്ടോ. ഇനി ഗ്യാപ്പ് വരുന്ന ഭാഗത്ത് ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ലീവ്സോ അല്ലെങ്കിൽ ഫ്ലവേഴ്സ് ആണെങ്കിൽ ഫ്ലവേഴ്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു ഡിസൈൻ വരക്കാൻ വേണ്ടിയിട്ട് ആദ്യം 2 സർക്കിൾ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം 2 സൈഡിലായിട്ട് ഹാഫായിട്ട് വരുന്ന ഫ്ലവർ ഇതുപോലെ വരച്ചു കൊടുക്കുക. അതിനുശേഷം ബാക്കി വരുന്ന സ്പേസിൽ ഫുള്ളായിട്ടുള്ള ഫ്ലവേഴ്സ് 2 വരച്ചു കൊടുക്കുക. എന്നിട്ട് ഉള്ളിൽ ഗ്യാപ്പ് വരുന്നിടത്തൊക്കെ റൗണ്ട്സ് വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിനുള്ളിലൊന്ന് ഫില്ല് ചെയ്തെടുക്കുക. അതിനുശേഷം മുകളിലെ ലൈനിന് ചുറ്റും ഇതുപോലെ റാ വരുന്ന ഷേപ്പ് ഒന്ന് ഫുള്ളായി വരച്ചെടുത്ത ശേഷം ഔട്ട്ലൈൻ ഒന്ന് കട്ടി കൊടുക്കുക. അടുത്തതായിട്ട് ഏതെങ്കിലും ഒരു ഷേപ്പ് വരച്ച ശേഷം അതിനുള്ളിലായിട്ട് കർവ് വരുന്ന ലൈൻസ് ഇതുപോലെ ഓരോന്നിനോട് ചേർന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ലൈൻസിലൊക്കെ ലീവ്സ് വരച്ച് ഫില്ല് ചെയ്തെടുക്കണം.
ലൈനിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലെ ലീവ്സ് വരച്ച് കൊടുക്കുക. വലിയ വലിയ ഡിസൈൻസൊക്കെ വരക്കുമ്പോൾ ഉള്ളിലായിട്ട് ഫില്ലിങ്സ് കൊടുക്കാനൊക്കെ ഈ ഡിസൈൻ ഉപയോഗിക്കാം കേട്ടോ. ഇങ്ങനെ ലീവ്സ് കൂടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിസൈനും ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി അടുത്തതായിട്ടൊരു സിമ്പിൾ ഡിസൈനാണ് കേട്ടോ. അതിനായിട്ട് ആദ്യം ഒരു സർക്കിൾ വരച്ചെടുക്കുക. എന്നിട്ട് ആ സർക്കിളിൽ ചുറ്റും ഇതുപോലെ സ്പൈറൽസ് വരച്ച് കൊടുക്കുക. ഇത്തിരി ഗ്യാപ്പ് ഇട്ട് വേണം വരച്ച് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് എല്ലാ സ്പൈറൽസിനും 3 പെറ്റൽസ് വീതം വരച്ച് ഫ്ലവർ വരച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം എല്ലാ ഫ്ലവേഴ്സിൻ്റെ ഗ്യാപ്പിലും ഓരോ ഡോട്ട്സ് വീതം ഇതുപോലെ ഇട്ട് കൊടുത്താൽ ഈ ഒരു ഡിസൈനും ഇവിടെ കംപ്ലീറ്റ് ആയി കേട്ടോ. ഇനി അടുത്തൊരു ഫ്ലവർ വരക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഷേപ്പ് വരുന്നൊരു പെറ്റൽ വരച്ച് കൊടുക്കുക. അങ്ങനെ പല വലുപ്പത്തിൽ 3 പെറ്റൽസ് വരച്ച ശേഷം ഇത്തിരി കർവ് വരുന്ന 2 ലൈൻസ് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക. അതിനുശേഷം ബാക്കി പെറ്റൽസ് കൂടെ വരച്ചെടുക്കുക. എന്നിട്ട് എല്ലാ പെറ്റൽസിൻ്റെയും എൻഡ് ഭാഗം ഒന്ന് കട്ടി കൂട്ടി വരച്ച് കൊടുക്കുക. അതിനുശേഷം എല്ലാ പെറ്റൽസിൻ്റെ ഉള്ളിലും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ എല്ലാ പെറ്റൽസും ഷെയ്ഡ് ചെയ്ത ശേഷം നേരത്തെ കൊടുത്ത കർവ് ലൈനിന് മുകളിലായിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കണം കേട്ടോ. അതിന് മുന്നേ ആ ലൈൻസ് ഒന്ന് കട്ടി കൂട്ടി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഡോട്ട്സ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിസൈൻ കൂടെ ഇവിടെ കംപ്ലീറ്റ് ആയി കേട്ടോ. ഇനി അടുത്തൊരു ഡിസൈൻ വരക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു സ്ക്വയർ ഇതുപോലെ വരച്ചെടുക്കുക. എന്നിട്ട് ആ സ്ക്വയറിനുള്ളിലായിട്ട് ലൈറ്റായിട്ട് വരുന്ന ലൈൻസ് ഇതുപോലെ ഫുള്ളായി വരച്ച് കൊടുക്കുക. അതിനുശേഷം ആദ്യം കൊടുത്ത സ്ക്വയർ ഒന്ന് കട്ടി കൂട്ടി വരച്ച് കൊടുക്കുക. ഇനി സ്ക്വയറിൻ്റെ 4 സൈഡിലും ഓരോ ലൈൻ കൂടെ വരച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ആ ലൈനിന് മുകളിലായിട്ട് ഹംസ് വരച്ചെടുക്കണം. അങ്ങനെ എല്ലാ ലൈനിന് മുകളിലും ഇതുപോലെ ഹംസ് വരച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം 2 സൈഡിൽ വരുന്ന ഹംസിൻ്റെ ഗ്യാപ്പിലായിട്ട് ഒരു സ്പൈറൽ വരച്ച് കൊടുക്കുക. അതായത് 4 മൂലകളിലും ഓരോ സ്പൈറൽ വീതം വരച്ച് കൊടുക്കുക. എന്നിട്ട് ആ സ്പൈറലിന് മുകളിലായിട്ട് ഇതുപോലെ പെറ്റൽ വരച്ച് കൊടുക്കുക. എന്നിട്ട് കംപ്ലീറ്റ് ഹംസിന് മുകളിലും ഓരോ ഡോട്ട്സ് വീതം ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.